به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ, ഈ ലോകം നിയന്ത്രിക്കുന്ന പരിപാലിക്കുന്ന നാളെ വിചാരണാ നിലയത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് വളരെ ആത്മാർത്ഥമായി എന്നോടും തുടർന്ന് നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ രോഗമാണോ ആരോഗ്യമാണോ കൂടുതൽ നിലനിൽക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ആരോഗ്യം തന്നെയാണ് കൂടുതൽ കാലം നമുക്ക് വേണ്ടത്. എന്നാൽ ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത, ആളുകൾക്ക് ആരോഗ്യം എന്നത് മിന്നിമറയുന്ന രൂപത്തിൽ വരികയും രോഗം എന്നത് നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലെത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട്? നമ്മുടെ ജീവിതശൈലിയും ഭക്ഷണക്രമവും ഒക്കെയാണ് അതിന് കാരണമെന്ന് എല്ലാവർക്കും അറിയാം. പല ആളുകളും പല കാര്യങ്ങളെക്കുറിച്ചും വാചാരമായി സംസാരിക്കുകയും അത് ശരീരത്തിന് ദോഷമാണെന്ന് പറയുകയും എന്നാൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ഒരു കപടത്വം, ഒരു കാപട്യം നിലനിൽക്കുന്നുണ്ടോ എന്ന് ആലോചിക്കേണ്ടതുണ്ട്. ലോകത്തെ ക്ഷണിച്ചു വരുത്തുന്ന ശൈലികളിലേക്ക് ജനങ്ങൾ അതിശക്തമായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും ആ ഒരു ശൈലിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത സാഹചര്യത്തിലേക്കും സന്ദർഭത്തിലേക്കുമാണ് എല്ലാവരും പോകുന്നത്. ലാ തഖ്തുലൂ അൻഫുസകും, നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ കൊന്നുകളയരുത് എന്ന് പറയുന്നുണ്ട്. ശരീരത്തിന് ദോഷം വരുന്നതൊന്നും ഉപയോഗിക്കാൻ പാടില്ല, അതൊക്കെ പാപമാണ് എന്ന് ഖുർആനിൻ്റെ ആയത്ത് വെച്ച് നമുക്ക് പറയാൻ സാധിക്കും. രോഗികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ആലോചിക്കുമ്പോൾ എന്തിനാണ് ഇതൊക്കെ എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടാകും. രോഗം അത് അനുഗ്രഹമാണ്, പരീക്ഷണവുമാണ്. രോഗത്തിനോടും രോഗികളോടും ഇസ്ലാമിക വീക്ഷണം എന്താണ് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്നതിന് നമുക്ക് സാധിക്കണം. ഓരോ കാര്യത്തിനും ഇസ്ലാമിന് ഓരോ കാഴ്ചപ്പാടുണ്ട്. വിവാഹത്തിനോട്, സമ്പാദിക്കുന്നതിനോട്, കച്ചവടത്തോട്, കുടുംബജീവിതം നയിക്കുന്നതിനോട്, രോഗിയോട്, രോഗിയെ ശുശ്രൂഷിക്കുന്ന പരിചരിക്കുന്നവരോട്, അതേപോലെ രോഗസന്ദർശനം നടത്തുന്നവരോട്, പൊതുജനങ്ങളോട്, എല്ലാറ്റിനും ഇസ്ലാമിന് ഓരോന്ന് എല്ലാവരോടും പറയാനുണ്ട്.
എല്ലാവർക്കും കാഴ്ചപ്പാട് നൽകാനുണ്ട്. രോഗം പരീക്ഷണമാണെങ്കിൽ അതിന് പുണ്യങ്ങൾ ധാരാളം കിട്ടും. ഏത് പരീക്ഷണത്തിനും ആ പരീക്ഷണത്തിൽ വിജയിച്ചവന്റെ പ്രതിഫലവും പരാജയപ്പെട്ടവന്റെ ശിക്ഷയും കിട്ടും. അപ്പോൾ ധാരാളം പുണ്യം നേടാനുള്ള ഒരു ഉപാധിയായി, പരലോകത്തേക്കുള്ള ഒരു മഹാസമ്പാദ്യമായി രോഗത്തെ നമ്മൾ കാണുന്നു. ചിലർക്ക് ആരോഗ്യം നൽകിയും ചിലർക്ക് ആരോഗ്യം നൽകാതെയും അല്ലാഹു തആല പരീക്ഷിക്കും. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്, അവൻ ജീവിതവും മരണവും സൃഷ്ടിച്ചവനാണ്. എന്തിന്? ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടി. അയ്യുക്കും അഹ്സനു അമല, ആരാണ് നന്നായി പ്രവർത്തിക്കുന്നവർ എന്നറിയാൻ വേണ്ടി. വനബ്ലുവക്കും ബിശ്ശദ്ദി വൽ ഖൈരി ഫിത്ന, നന്മ കൊണ്ടും തിന്മ കൊണ്ടും മനുഷ്യന്റെ പരീക്ഷണം തരും. രോഗത്തിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ആശ്വാസമായി ധാരാളം വചനങ്ങൾ ഖുർആനിലും ഹദീസിലും നമുക്ക് കാണാൻ സാധിക്കും. രോഗം പാപം പുറത്തു കിട്ടാൻ കാരണമാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി ബിനഫ്സിഹി വവലദിഹി വമാലിഹി ഹത്താ യൽഖല്ലാഹു വമാ അലൈഹി ഖതീഅത്തു. ഒരു സത്യവിശ്വാസിനികൾക്കും തൻ്റെ ശരീരത്തിലും സമ്പത്തിലും സന്തതികളിലും പരീക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കും. അയാൾ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നതുവരെ. അപ്പോൾ അയാളിൽ യാതൊരു തെറ്റും അവശേഷിക്കുകയില്ല. അപ്പോൾ പാപങ്ങൾ പൊറുക്കാനാണ് പലർക്കും രോഗങ്ങൾ വരുന്നത്. മുട്ടുവേദന, അതേപോലെ ഡിസ്ക് കംപ്ലൈന്റ്, ഷുഗർ, പ്രഷർ, അതേപോലെ വയറിനുള്ള പ്രശ്നം, അതേപോലെ അറ്റാക്ക്, അതുമായി സംബന്ധിച്ച രോഗങ്ങൾ, ഇതെല്ലാം വരുന്നത് അള്ളാഹു പരീക്ഷണമായി തരുന്നതാണ്. അതിന് നല്ല നിയ്യത്തുണ്ടെങ്കിൽ അവൻ്റെ പാപം പൊറുക്കും. അതിലൂടെ അള്ളാഹു ധാരാളം പാപം പുറത്തു തരുമെന്നർത്ഥം. അങ്ങനെ അയാൾക്ക് ഭൂമിയുടെ ഉപരിയിൽ സഞ്ചരിക്കുമ്പോൾ ഒരു പാപം പോലും ബാക്കിയാകാതെയാണ് അയാൾ ജീവിക്കുക. രോഗികൾക്ക് ഇത്രയും വലിയ സന്തോഷം, ഇത്രയും വലിയ ആശ്വാസം കിട്ടുന്ന വചനം വേറെയുണ്ടോ? ഒരു വിശ്വാസിക്കുണ്ടാകുന്ന തലവേദന അല്ലെങ്കിൽ അവനേൽക്കുന്ന ഒരു മുള്ള് കാരണത്താൽ അവന്റെ പദവി ഉയർത്തപ്പെടുകയും പാപം പൊറുക്കപ്പെടുകയും ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു മരത്തിൽ നിന്നും ഇല പൊഴിഞ്ഞു വീഴുന്നത് പോലെ, സ്വർണവും വെള്ളിയും ചൂടാക്കിയാൽ അതിൽ നിന്നും മാലിന്യങ്ങൾ പുറത്തു വരുന്നത് പോലെ, ഇരുമ്പുരുക്കിയാൽ അതിൽ നിന്ന് മാലിന്യങ്ങൾ വേർതിരിക്കാൻ കഴിയുന്നത് പോലെ, പനിയും പനിയുടെ അനുബന്ധമായ രോഗങ്ങളും മറ്റ് വേദനയുള്ള രോഗങ്ങളൊക്കെ അവന്റെ പാപങ്ങളെ കരിച്ചു കളയുന്ന കാര്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ലാ തുസമ്മിൽ ഹുമ്മ ഫഇന്നഹ തദ്ഖുൽ ഖതായ ബനി ആദം കമാ യുദ്ഹിബുൽ കീറൽ ഖബ്സൽ ഹദീദ്. ഒരു പനിയെ ചീത്ത പറയരുത്, നിങ്ങൾ ഒരിക്കലും പനിയെ ചീത്ത പറയരുത്. ഇരുമ്പിന്റെ മാലിന്യങ്ങൾ ഉല നശിപ്പിക്കുന്നത് പോലെ മനുഷ്യന്റെ പാപങ്ങൾ പനി ഇല്ലാതാക്കുമെന്ന് നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മരത്തിലെ ഇല പൊഴിയുന്നത് പോലെ പാപങ്ങൾ പൊഴിയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, രോഗം നന്മ വരുത്തുവാനുള്ള പരീക്ഷണങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ യുസിബു മിൻഹു. ആർക്കെങ്കിലും നന്മ വരണമെന്ന് അല്ലാഹു ഉദ്ദേശിച്ചാൽ അയാളെ അല്ലാഹു പരീക്ഷിക്കും. അയാൾക്ക് ധാരാളം പ്രതിഫലം ശേഖരിക്കാനുള്ള ക്ഷമക്കുള്ള അവസരം അവന് നൽകും. അല്ലാഹുവിനെ അനുസരിച്ചിട്ടും എനിക്കിങ്ങനെ വന്നല്ലോ, 5 വക്ത് നമസ്കരിച്ചിട്ടും എനിക്കിങ്ങനെ വന്നല്ലോ, 5 വക്ത് നമസ്കരിക്കാത്ത അവനിങ്ങനത്തെ ഒരു കാര്യവും വന്നിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവർക്കാണ് കടുത്ത പരീക്ഷണം ഉണ്ടാവുക. കാരണം എന്തേ? ആ പരീക്ഷണത്തിന് പാടും പ്രതിഫലം തന്ന് നാളെ പദവി ഉയർത്തപ്പെടുകയും വമ്പിച്ച പ്രതിഫലം തരികയും പുറത്തു കൊടുക്കപ്പെടുകയും ചെയ്യുവാനാണ് അവൻ അങ്ങനെയുള്ള ക്ഷമക്കുള്ള അവസരം നൽകിയത് എന്ന് മനസ്സിലാക്കണം. അതുമൂലം അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. രോഗത്തിൽ അക്ഷമ കാണിച്ചവൻ പരാജയപ്പെടും. രോഗി ക്ഷമിച്ച് പ്രതിഫലം ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അവന് വലിയ പ്രതിഫലമായിരിക്കും. നിങ്ങൾ ആലോചിച്ചു നോക്കുക, തീയിൽ 24 മണിക്കൂർ കടന്നാൽ, തീയിൽ 365 ദിവസവും കടന്നാൽ എന്തായിരിക്കും ഒരു മനുഷ്യന്റെ അവസ്ഥ? അയാൾ മരിക്കുന്നില്ല, അയാൾ ജീവിക്കുന്നുമില്ല. അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് നരകം. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനാണ് ഇവിടെ മുട്ടുവേദന തന്നത്.
ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനാണ് നെഞ്ചുവേദന തന്നത്, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനാണ് വയറുവേദന തന്നത് എന്ന് ചിന്തിക്കാൻ സാധിക്കണം. ആ ബുദ്ധിമുട്ടിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താനാണ് ചൊറി തന്നത്, തലവേദന തന്നത്, ക്യാൻസർ തന്നത്, കിഡ്നി പേഷ്യന്റ് ആക്കിയത്, ലിവർ മാറ്റിവെക്കേണ്ട ബുദ്ധിമുട്ട് തന്നത് എന്തിനാ? ആ നരകത്തിയിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടി. പ്രവാചകന്മാർ പോലും പരീക്ഷണങ്ങളിൽ നിന്നൊഴിവല്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ശ്രദ്ധിച്ചു കേൾക്കണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, മാ റഅയ്ത അഹദൻ അശദ്ദു അലൈഹിൽ വജഅ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിനേക്കാൾ രോഗത്തിന്റെ വേദന അനുഭവിച്ച ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ വേദന അനുഭവിച്ച വ്യക്തിത്വമാരാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പനിയുടെ ഭാഗമായി, രോഗത്തിന്റെ ഭാഗമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വേദന, അഷ്റഫുൽ ഖൽഖിന് വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അഷ്റഫുൽ ഖൽഖിന് നന്മയായി ഒരു രോഗത്തെ കൊടുത്തിട്ടുണ്ടെങ്കിൽ, സാധുക്കളായ നമ്മൾക്ക് രോഗം വരുന്നതിനെ കുറിച്ച് ഞാൻ 5 വക്ത് നമസ്കരിച്ചിട്ടും ഞാൻ വേറെ ഒരു തോന്നിയവാസം ചെയ്യാനിട്ടും എനിക്ക് രോഗം വന്നല്ലോ എന്നുള്ളതിന് ഒരു ന്യായവുമില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുകയുണ്ടായി, സഹാബികളിൽ ഒരാളോട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, സ്വർഗ്ഗക്കാരിയായ ഒരു സ്ത്രീയെ നിനക്ക് കാണിച്ചു തരട്ടെയോ? സ്വർഗ്ഗക്കാരിയാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൂണ്ടിക്കാണിച്ചു ഒരു സ്ത്രീയെ പറഞ്ഞു തരട്ടെയോ? അയാൾ പറഞ്ഞു, അതെ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ കറുത്ത സ്ത്രീയാണ്, അടയാളത്തിന് പറഞ്ഞതാ കറുത്ത സ്ത്രീയാണ് എന്ന്. അവൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ബോധം പോകുമെന്നും, ബോധം പോകുമ്പോൾ എൻ്റെ വസ്ത്രം മാറാറുണ്ട് എന്നും, വസ്ത്രം നീങ്ങി എൻ്റെ നഗ്നത പ്രകടമാകുമെന്നും പരാതി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലക്കിൽ ജന്ന, നീ ക്ഷമിക്കുകയാണെങ്കിൽ, നീ ഈ രോഗം കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ, രോഗം മാറാൻ പ്രാർത്ഥിക്കാതെ ഈ രോഗം അനുഭവിച്ച് നീ മുന്നോട്ട് പോയാൽ വലക്കിൽ ജന്ന, നിനക്ക് സ്വർഗമുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചാൽ നിനക്ക് സൗഖ്യം ലഭിക്കുകയും ചെയ്യും. പെണ്ണെ, നീ ഏതു തെരഞ്ഞെടുക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 ഓപ്ഷൻ കൊടുക്കുകയാണ്. അവൾ പറഞ്ഞു, ഞാൻ ക്ഷമിച്ചുകൊള്ളാം, എന്റെ നഗ്നത പ്രകടമാകാറുണ്ടല്ലോ, അത് പ്രകടമാകാതിരിക്കാൻ അങ്ങ് പ്രാർത്ഥിച്ചാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ നഗ്നത വെളിവാകാതിരിക്കാൻ പ്രാർത്ഥിച്ചു. ഇവിടെ എന്ത് സംഭവിച്ചു? ആ രോഗം കൊണ്ട് ആ സ്ത്രീ സ്വർഗത്തിൽ പോയി. രോഗികൾക്ക് നല്ല ഒരു സമാധാനം നൽകുന്ന വാചകമാണത്. രോഗം അനുഭവിക്കുന്നുണ്ടോ? നല്ല നീയത്തുണ്ടോ? മുഅ്മിനാണോ? രോഗിയായിട്ട് നമസ്കരിക്കുന്നുണ്ടോ? സ്വർഗം അവന് ലഭിക്കും, ഒരു സംശയവുമില്ല. അവൻ ശിർക്ക് ചെയ്യാതിരുന്നാൽ മതി, അവന്റെ പാപങ്ങളെല്ലാം അല്ലാഹു പുറത്തു കൊടുക്കും. വിശ്വാസിയുടെ കാര്യം വളരെ വലിയ അത്ഭുതമാണ്. മുഅ്മിനിന്റെ കാര്യം അത്യത്ഭുതകരമാണ്, വലിയ അത്ഭുതമാണ് മുഅ്മിനിന്റെ കാര്യം. അവന്റെ എല്ലാ കാര്യവും അവന് നന്മയാണ്. മുഅ്മിനല്ലാതെ ഇങ്ങനെ ഒരു ഓഫറില്ല. അവൻ അനുഗ്രഹം ലഭിച്ചു, അവൻ കുറേ നിഅമത്ത് ലഭിച്ചു, അവൻ സന്തോഷിച്ചു, ശക്കറ, അപ്പൊ അവൻ നന്ദി ചെയ്യും, അൽഹംദുലില്ലാ പറയും. അല്ലാഹുവേ, ഇതൊക്കെ നിന്റെ കഴിവിൽ നിന്ന് എനിക്ക് കിട്ടിയതാണെന്ന് സന്തോഷിക്കും. അതവന് നാളെ പരലോകത്തേക്ക് ഉത്തമമാണ്. അവനൊരു ബുദ്ധിമുട്ട് ബാധിച്ചാൽ, അവന് രോഗം ബാധിച്ചാൽ, അവന് കടം ബാധിച്ചാൽ, അവന്റെ വീട് നശിച്ചാൽ, അവന് പ്രയാസം ബാധിച്ചാൽ, സ്വബറ, അവൻ ക്ഷമിക്കും. ഫകാന ഖൈറൻ ലഹു, അതവന് ഏറ്റവും ഉത്തമമാണ്. അപ്പോൾ അവനൊരു ബുദ്ധിമുട്ടുണ്ടായാൽ അവൻ ക്ഷമിക്കുന്നത് അവൻ ഉത്തമമാണ്. അതുകൊണ്ട് തന്നെ പരീക്ഷണങ്ങൾ വന്നോ, ക്ഷമയിലൂടെ മുന്നോട്ട് പോകണം. പരീക്ഷണങ്ങൾ വരാതെ അനുഗ്രഹ കൂമ്പാരത്തിലാണോ ജീവിക്കുന്നത്? ശക്കറ, നന്ദി ചെയ്യണം അല്ലാഹുവിന്. കഴിഞ്ഞ കാലത്തെ കർമ്മങ്ങൾ രോഗം കൊണ്ട് മുടങ്ങിയാലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ രോഗിയായി, ഒരാൾ യാത്രക്കാരനായി. അങ്ങനെയാണെങ്കിൽ അല്ലാഹു അവൻ സ്ഥിരതാമസക്കാരനാകുമ്പോൾ അവൻ ചെയ്യുന്ന നന്മ, അവനൊരു ആരോഗ്യവാനായ ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന നന്മ അവന് മുടങ്ങിപ്പോയാൽ, ഒരാൾ രോഗിയായി, യാത്രക്കാരനായി, പള്ളിയിലെ ജമാഅത്ത് മുടങ്ങി, എന്നാൽ അയാൾ ആരോഗ്യവാനായിരുന്നു, ആ സമയത്ത് എല്ലാ ജമാഅത്തിനും വന്നിരുന്നു. ഇപ്പോൾ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റുന്നില്ലെങ്കിലും 5 വക്ത് കട്ടിലിൽ കിടന്നു നമസ്കരിക്കുന്നവരും
പള്ളിയിൽ ജമാഅത്തിന് വന്ന പ്രതിഫലം കിട്ടും. ആരോഗ്യമുള്ളവരെ ശ്രദ്ധിക്കണം. ഈ ആരോഗ്യമുള്ള സമയത്ത് 5 വക്ത് പള്ളിയിൽ വന്ന് നമസ്കരിച്ചാൽ രോഗിയായി ഒരു മൂലയിൽ കിടക്കുമ്പോഴും 27 ഇരട്ടി പ്രതിഫലം കിട്ടുന്ന നമസ്കാരം കട്ടിലിൽ കിടന്ന് നമസ്കരിക്കാൻ സാധിക്കും. ജമാഅത്തിന് പോയിരുന്ന ഒരാൾക്ക് രോഗം വന്നാൽ, യാത്രക്കാരനായിരുന്ന ഒരാൾക്ക് പ്രയാസം വന്നാൽ, യാത്രയിൽ ജമാഅത്ത് നഷ്ടപ്പെട്ടാൽ അവന്റെ ജമാഅത്തിന്റെ പ്രതിഫലം കിട്ടും. പതിവായി ചെയ്യുന്നുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സന്തോഷ വാർത്ത അറിയിച്ചു തന്നു. അന്ന് 7ാമത്തെ കാര്യം, നമുക്ക് അള്ളാഹു എഴുതി വെച്ചതല്ലാതെ ഒന്നും സംഭവിക്കുകയില്ല. എനിക്കെന്തിങ്ങനെ വന്നു എന്ന് ഞാൻ ചോദിക്കുന്നുണ്ടെങ്കിൽ ഒരു ഉത്തരമേയുള്ളൂ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എന്റെ വിധിയിൽ അങ്ങനെ എഴുതി വെച്ചു. അള്ളാഹുവിന്റെ അനുമതി പ്രകാരമല്ലാതെ ഒരു വിപത്തും ഈ ലോകത്ത് ബാധിച്ചിട്ടില്ല. കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനീൻ. അല്ലാഹു ഞങ്ങൾക്ക് ഏർപ്പെടുത്തിയതല്ലാതെ രേഖപ്പെടുത്തിയതല്ലാതെ ഒരിക്കലും ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും ബാധിക്കുകയില്ല. അവരാണ് ഞങ്ങളുടെ മൗല, യജമാനൻ. അള്ളാഹുവിന്റെ മേലാണ് സത്യവിശ്വാസികൾ പരമേൽപ്പിക്കുന്നത്. എത്ര വലിയ ആശ്വാസമാണ്. ഒരാൾക്ക് കിഡ്നി നഷ്ടപ്പെട്ടു, അയാൾക്ക് പ്രയാസമുണ്ടായി. ആരെഴുതി വെച്ചതാണ്? അള്ളാഹു എഴുതി വെച്ചതാണ്. അയാളെ പരീക്ഷിക്കാൻ. ക്ഷമിക്കുന്നുണ്ടോ, സഹിക്കുന്നുണ്ടോ, എന്ത് നിലപാടാണ് അവൻ എടുക്കുന്നത്, നമസ്കരിക്കുന്നുണ്ടോ, നന്ദി ചെയ്യുന്നുണ്ടോ, ബാക്കിയുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ പരീക്ഷിക്കാനാണ് ഇത്തരം രോഗങ്ങൾ തരുന്നത്. അള്ളാഹു മാത്രമാണ് ശമനം നൽകുന്നവൻ. രോഗികൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഉറച്ചു വിശ്വസിക്കണം. മറ്റാർക്കും ശിഫാഇനെ തരാൻ കഴിയില്ല. ശിർക്കിലേക്ക് പോകാതെ നിലനിൽക്കുന്നുണ്ടോ എന്നറിയാനാണ് രോഗങ്ങൾ തരുന്നത്. അള്ളാഹുവാണ് ഷാഫി എന്ന് വിചാരിക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രഖ്യാപിച്ചു, എനിക്ക് രോഗം ബാധിച്ചാൽ അവനാണ്, അള്ളാഹുവാണ് എന്നെ സുഖപ്പെടുത്തുന്നത്, അള്ളാഹുവാണ് സുഖപ്പെടുത്തുന്നത് എന്നൊരു ബോധം വേണം. അങ്ങനെയുണ്ടെങ്കിൽ ശിർക്കിലേക്ക് നൂലും മന്ത്രവും ഏരസും സിദ്ധനയും ആശ്രയിക്കുന്ന ഒരവസ്ഥ രോഗിക്കില്ലാതെ വരും. കാരണം എല്ലാ രോഗത്തിൻ്റെയും ശമനം വരുത്തുന്നത് അള്ളാഹുവാണ്. എത്ര മരുന്നുകളുണ്ടെങ്കിലും, എത്ര വൈദ്യശാസ്ത്രം വികസിച്ചാലും വലുതായാലും അള്ളാഹുവിന്റെ ശമനത്തിലൂടെ അല്ലാതെ ഒരാൾക്കും ശമനം ലഭിക്കുകയില്ല. എല്ലാ രോഗത്തിനും മരുന്ന് നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ചികിത്സിക്കണം, ചികിത്സയുടെ വഴിയിൽ പോകണം, മരുന്ന് കഴിക്കണം. അതിൻ്റെ ഒപ്പം പ്രാർത്ഥന എന്ന വലിയൊരു ആയുധത്തെ എടുത്തുപയോഗിക്കണം. ആരെങ്കിലും ഏലസ് കെട്ടിയാൽ, ഉറുക്ക് കെട്ടിയാൽ, സിദ്ധന്റെ അടുത്ത് പോയാൽ, സ്വാമിയുടെ അടുത്ത് പോയാൽ, പണിക്കരുടെ അടുത്ത് പോയാൽ, അവിടെ നിന്നും ഊതി കിട്ടിയത് കുടിച്ചാൽ ഫഖദ് അശ്റക, അവൻ ശിർക്ക് ചെയ്തു. അവൻ ശിർക്ക് ചെയ്തു. വമൻ യുശ്രിക് ബില്ലാഹ്, അല്ലാഹുവിൽ ആരെങ്കിലും ശിർക്ക് ചെയ്താൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന്റെ മേൽ സ്വർഗം നിഷിദ്ധമായി. വമഅവാഹുന്നാർ, അവന്റെ നരകം അവന്റെ സങ്കേതവുമായി. അവന്റെ കർമ്മങ്ങളെല്ലാം പൊളിഞ്ഞു പോകും, നിഷ്ഫലമായി പോകും. ഒരു കർമ്മത്തിന് പ്രതിഫലം ലഭിക്കുകയില്ല. അതുകൊണ്ട് രോഗം വന്നാൽ അത് ശിർക്കിലേക്ക് പോകുന്നുണ്ടോ ഇല്ലേ എന്നറിയാനുള്ള പരീക്ഷണമാണെന്ന് നമ്മൾ ഓരോരുത്തരും വിചാരിക്കണം. ദുനിയാവ് നശ്വരമാണ്, ഇത് അനശ്വരമല്ല, അവസാനിക്കുന്നതാണ്. ഒരു പാമ്പിന്റെ തോല് പൊടിയുന്നത് പോലെ, ഉറ ഊരുന്നത് പോലെ ഓരോ സമുദായവും കഴിഞ്ഞ് കടന്നു പോകും. പുതിയ സമുദായങ്ങളും തലമുറകളും വന്നു കഴിഞ്ഞു. നമ്മളൊക്കെ പല ആളുകളും പഴയവരായി. നമ്മുടെ മുന്നിലുള്ള തലമുറകൾ നശിച്ചുപോയി, ഇവിടെ നിന്നും മൺമറഞ്ഞു പോയി. ഇങ്ങനെ ഒരു മാറ്റം ലോകത്തിന് സംഭവിക്കുന്നുണ്ട്. ഈ ഒഴുക്കിൽ ഞാനും ഒരു ദിവസം ഖബറിലേക്ക് പോകേണ്ടവനാണെന്ന ചിന്ത വേണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാലി വമാലി ദുനിയ വാന ഫിദ്ദുനിയ ഇല്ലാ കറാകിബുൻ ഇസ്തദില്ലു തഹ്ത ശജറ തുമ്മ റാക വതറകഹ.
എനിക്കും ദുനിയാവിനും ഇടയിൽ എന്താണ്? വഴിയിൽ ഒരു മരത്തിന് കീഴിൽ തണൽ കൊള്ളുകയും കുറച്ചു കഴിഞ്ഞപ്പോൾ ആ തണലിൽ നിന്നും മാറി സഞ്ചരിക്കുകയും ചെയ്തവനെ പോലെ ഞാനും ഈ ലോകത്തു നിന്നും മറഞ്ഞു പോകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. രോഗികളായ ആളുകൾ മനസ്സിലാക്കേണ്ട സംഗതി: 1, രോഗം കൊണ്ട് പാപങ്ങൾ പുറത്തു കിട്ടും. 2, വമ്പിച്ച പ്രതിഫലവും പദവി ഉയർത്തപ്പെടുകയും ചെയ്യും. 3, രോഗം നമുക്ക് നാളെ നന്മ വരുത്തുന്ന പരീക്ഷണമാണ്. 4, അള്ളാഹു ഇഷ്ടപ്പെട്ടവരെ കൂടുതൽ പരീക്ഷിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ രോഗം കൊണ്ട് പരീക്ഷിച്ചിട്ടുണ്ട്. ഇങ്ങനെ പരീക്ഷണം ലഭിക്കുമ്പോൾ ക്ഷമിച്ചവന് എമ്പാടും പ്രതിഫലമുണ്ടായിരിക്കും. രോഗിയായാൽ കഴിഞ്ഞ കാലത്തെ പ്രകടനത്തിനനുസരിച്ച് വീട്ടിലിരിക്കുമ്പോഴും മുമ്പ് ജമാഅത്തിന് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ, മുമ്പ് ഞാൻ സൽക്കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് വീട്ടിലിരുന്നാലും പ്രതിഫലം കിട്ടുന്ന ഒരവസ്ഥയുണ്ടായിരിക്കും. അള്ളാഹു മാത്രമാണ് ശമനം നൽകുന്നവൻ. ദുനിയാവ് നശ്വരമാണെന്ന ചിന്തയിലൂടെ ഈ പരീക്ഷണത്തിന്റെ കാലഘട്ടം അവസാനിക്കുന്ന ഒരു സമയമുണ്ട് എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. രോഗികളായ എല്ലാവർക്കും അല്ലാഹു തആല ശിഫാഇനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടും തുടർന്നുകളോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. രോഗം എന്നത് രോഗിക്കു മാത്രമല്ല പരീക്ഷണം, രോഗിയുടെ ചുറ്റുമുള്ള എല്ലാവർക്കും പരീക്ഷണമാണ്. രോഗിയെ പരിചരിക്കുന്നവന് വലിയ പുണ്യമാണ്. ഒരു സന്ദർശകന് വലിയ പുണ്യം ഹദീസുകളിൽ എടുത്തു പറയുന്നുണ്ട്. സന്ദർശകന് ഒന്ന് വന്ന് 15 മിനിറ്റ് അവിടെ ഇരുന്ന് തിരിച്ചു പോകുന്നവന് വലിയ പ്രതിഫലം കിട്ടുന്നുണ്ടെങ്കിൽ 24 മണിക്കൂറും 7 ദിവസവും 1 മാസവും വർഷങ്ങളോളവും രോഗിയെ പരിചരിക്കുന്നവന് എത്ര വലിയ പ്രതിഫലം ഉണ്ടായിരിക്കും. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളവനെ ആരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. ആരെയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങളിൽ ഏറ്റവും ഉപകാരപ്പെടുന്നവൻ, രോഗിയെ പരിചരിക്കുന്നവനാണ് ജനങ്ങളിൽ ഏറ്റവും ഉപകാരപ്പെട്ട വ്യക്തി. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവൃത്തി എന്തെന്ന് ചോദിച്ചു. ഒരുവനിൽ നിന്ന് അവന്റെ പ്രയാസം നീക്കുക, അതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവൃത്തിയെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്തൊക്കെയാണ് രോഗിയെ പരിചരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത്? 1, രോഗിയെ ഒരിക്കലും ശപിക്കരുത്. രോഗിയെ ഒരിക്കലും ശപിക്കരുത്. കാരണം ആ രോഗി നമുക്ക് സ്വർഗം നേടിത്തരുന്ന സമ്പത്താണെന്ന് മനസ്സിലാക്കണം. ഇത് എനിക്ക് പരീക്ഷണമാണ്, ഇതിൽ ഞാൻ ക്ഷമിക്കണമെന്ന ചിന്ത വേണം. ക്ഷമയോടുകൂടി പരിചരിക്കണം. രോഗിയെ ഒരിക്കലും അവഗണിക്കരുത്. ആ രോഗിയെ പരിഗണിക്കുക എന്നതിന് വമ്പിച്ച പ്രതിഫലമുണ്ട്. ഒരാൾക്ക് സ്വർഗം നേടാൻ വേണ്ടിയാണ് അയാളുടെ കീഴിൽ ഒരു രോഗിയെ ആക്കിത്തരുന്നത്. പരിചരിക്കുന്ന അത് പ്രയാസമായി എന്ന തോന്നിൽ രോഗിക്ക് വരരുത്. ഒരിക്കലും ഇയാൾ ബുദ്ധിമുട്ടി, ഇയാൾ പ്രയാസപ്പെട്ടു എന്നൊരു തോന്നൽ വരുന്ന രൂപത്തിൽ പ്രവർത്തിക്കരുത്. രോഗിയെ നോക്കുന്നതിലൊരിക്കലും മക്കൾ തമ്മിലോ അല്ലെങ്കിൽ വേറെയുള്ള ആളുകൾ തമ്മിലോ അവരുടെ മുന്നിൽ തർക്കിക്കുന്ന ഒരവസ്ഥയുണ്ടാകരുത്. നമ്മൾ രോഗിയായി കിടക്കുകയും നമ്മൾ ആര് നോക്കണമെന്ന് തർക്കിക്കുകയും ചെയ്യുമ്പോൾ എത്ര വലിയ പ്രയാസമായിരിക്കും നമ്മൾ അനുഭവിക്കുക. അങ്ങനെ ഒരു സംസ്കാരമില്ലാതെ ഇരിക്കാൻ ശ്രദ്ധിക്കണം. കൂടുതൽ ആളുകളുണ്ടെങ്കിൽ ഊഴം വെച്ച് നോക്കുക എന്നൊരവസ്ഥ, കൂടുതൽ മക്കളുണ്ടെങ്കിൽ മാതാപിതാക്കളെ ഊഴം വെച്ച് നോക്കുക എന്നൊരവസ്ഥ. തിരക്കുണ്ടാവും, തിരക്ക് പറയും, ഉദ്യോഗസ്ഥരായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും, കച്ചവടക്കാരനായിരിക്കും, എനിക്ക് സമയമില്ലാഞ്ഞിട്ടല്ലേ എന്നൊരു ഉദറ് രോഗിയെ പരിചരിക്കുന്നതിൽ ഇല്ല. അവൻ ബുദ്ധിമുട്ട് പറയട്ടെ, അപ്പോൾ ഞാൻ എൻ്റെ ഉമ്മയെ നോക്കും, അതുവരെ അവൻ നോക്കട്ടെ എന്ന ഒരു സമീപനം ശരിയല്ല. ഒരാൾ മാത്രം ഉമ്മയെ നോക്കുന്ന ഒരവസ്ഥ, ഉപ്പയെ നോക്കുന്ന ഒരവസ്ഥയുണ്ടായാൽ അത് അയാൾക്ക് മാത്രം സ്വർഗത്തിലേക്കുള്ള ഒരു വഴിയാകും. മറ്റുള്ള മക്കൾക്ക് സ്വർഗം കിട്ടണമെങ്കിൽ അവർ നോക്കൽ നിർബന്ധമാണ്. രോഗിയുടെ ഒരു ഡെയിലി റൊട്ടീൻ അറിഞ്ഞ് അതിനനുസരിച്ച് സമയത്ത് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരവസ്ഥയുണ്ടായിരിക്കണം. ചിലപ്പോൾ 11 മണിക്ക് ഒരു ഭക്ഷണം കഴിക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഇന്ന സമയത്താണ് ഭക്ഷണം കഴിക്കാറ്. ആ ഡെയിലി റൊട്ടീൻ അറിഞ്ഞ് രോഗിയെ പരിഗണിക്കാൻ ശ്രദ്ധിക്കണം. ധാരാളമായി രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ധാരാളം പ്രതിഫലം കിട്ടണമെന്നൊരാഗ്രഹവും റബ്ബനാ തഖബ്ബൽ മിന്നാ, അല്ലാഹു ഇത് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ എന്നൊരു പ്രാർത്ഥന
പ്രാർത്ഥനയും ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ധാരാളം ദിക്ർ ചെല്ലാൻ രോഗിയെ പ്രേരിപ്പിക്കണം. ദിക്ർ എന്നത് പോസിറ്റീവ് എനർജിയാണ്. ഇയാൾ രോഗിയായി കിടക്കുമ്പോൾ ദുനിയാവിനെ പറ്റി എമ്പാടും ചിന്തിക്കും. എന്നാൽ ആഖിറത്തിനെ പറ്റിയോ അള്ളാഹുവിനെ കുറിച്ചോ ചിന്തിക്കുന്ന ഒരവസ്ഥയുണ്ടാകില്ല. ചിലപ്പോൾ അവൻ ദിക്ർ ചെല്ലുന്നതോടുകൂടി രോഗിയുടെ സ്ഥിതി തന്നെ മാറും. കൂടുതൽ സുഖം പ്രാപിക്കാൻ അത് കാരണമാകും. രോഗത്തിൽ ആശ്വാസമുണ്ട് എന്നൊരു വർത്തമാനമല്ലാതെ ഇന്നലത്തേക്കാൾ കുറച്ച് കൂടുതലാണ് ഇന്ന് എന്ന് ദിവസവും പറയുമ്പോൾ ആ രോഗിയെ കൊല്ലുന്നതിന് തുല്യമാണ് എന്ന് മനസ്സിലാക്കുക. സമയത്ത് തന്നെ ഡോക്ടറെ കാണിക്കുന്നതിന് താല്പര്യമെടുക്കണം. ഇതിനി ഇങ്ങനെയേ ഉണ്ടാവുകയുള്ളൂ, അതുകൊണ്ട് വലിയ മരുന്നൊന്നും കൊടുക്കേണ്ട എന്നൊരു വികാരത്തിലേക്കും പോകാൻ പാടില്ല. ഖുർആൻ പാരായണം, അല്ലെങ്കിൽ രോഗി ഖുർആൻ കേൾക്കൽ, നമസ്കാരം, സ്വതക്ക, രോഗസന്ദർശനം നടത്തുന്ന ആളുകളോട് നല്ല നിലക്ക് പെരുമാറുക. ഈ കാര്യങ്ങളൊക്കെ രോഗിയെ പരിചരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. രോഗസന്ദർശനം നടത്തുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, രോഗസന്ദർശനം ഒരു കടമയാണ്. അത് മുസ്ലിങ്ങൾ തമ്മിലുള്ള ബാധ്യതയാണ്. രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. രാവിലെ രോഗസന്ദർശനം നടത്തിയവനെ വൈകുന്നേരം വരെ 70,000 മലക്കുകൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വൈകുന്നേരം രോഗിയെ പോയി സന്ദർശിച്ചാൽ രാവിലെ വരെ 70,000 മലക്ക് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ ഒന്ന് ബൈക്ക് നിർത്തി സിറ്റൗട്ടിലുള്ള ഒരാൾ സിറ്റൗട്ടിലിരിക്കുന്ന രോഗിയെ പോയി കണ്ട് അയാൾക്ക് വേണ്ടി ഒരു 2 വരി പ്രാർത്ഥിച്ച് തിരിച്ചു പോന്നാൽ 70,000 മലക്കുകളെ അപ്പോയിൻമെന്റ് ചെയ്യും. രാവിലെ വരെ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എത്ര പ്രതിഫലം കിട്ടും! ഒരു ദിവസം ഒരു രോഗിയെ കണ്ടാൽ എത്ര ഇസ്തിഗ്ഫാർ കിട്ടും, എത്ര റഹ്മത്ത് കിട്ടും, എത്ര ബർക്കത്ത് കിട്ടും. രോഗിയോട് ആശ്വാസവാക്ക് പറയണം. രോഗിയോടൊരിക്കലും ആ രോഗം വന്ന് മരിച്ചവരുടെ ചരിത്രം പറയരുത്. ആ രോഗം വന്ന് ബുദ്ധിമുട്ടിയവരുടെ പ്രയാസം പറയരുത്. കാരണം അത് അയാളെ കൊല്ലുന്നതിനും പ്രയാസപ്പെടുത്തുന്നതിനും തുല്യമാണ്. ചികിത്സയുടെ ചെലവെങ്ങനെയാണ് എന്ന് ചോദിക്കാൻ ധൈര്യമുള്ളവർ അങ്ങനെ ചോദിക്കണം. അവിടെ കുറവുണ്ടെങ്കിൽ ആരെയെങ്കിലും അത് നൽകാൻ പ്രേരിപ്പിക്കണം. സ്വന്തം കയ്യിൽ നിന്ന് ആശ്വാസത്തിന് പണമെടുത്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യണം. സന്ദർശനം നടത്തുന്നവരോടാണ് പറയുന്നത്. സന്ദർശനം കഴിയുമ്പോൾ രോഗിക്ക് ആശ്വാസമാകണം, പരിചരിക്കുന്നവർക്ക് ആശ്വാസമാകണം, സന്ദർശിച്ച ആൾക്കും സമാധാനം ലഭിക്കും. രോഗിയുടെയോ രോഗിയെ പരിചരിക്കുന്നവരുടെയോ ആ ചികിത്സാ രൂപത്തെ ഒരിക്കലും നമ്മൾ വിമർശിക്കരുത്. അവർക്ക് കഴിയാവുന്ന ഒരു ചികിത്സ കൊടുക്കാതെ അവരിയ്ക്കുമോ? ഇല്ലല്ലോ. നമ്മൾ ചെല്ലും, എവിടെയോ കേട്ട ഒരു ചികിത്സയെ പറ്റി പറയും. എന്നിട്ട് ഇനി അത് കൊണ്ടുപോകാതിരുന്നാൽ എന്ത് സംഭവിക്കും, അത് കൊണ്ടുപോകാതിരുന്നാൽ മാറുന്ന സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോകില്ലെന്ന് ഉമ്മ വിചാരിച്ചാൽ എന്തായിരിക്കും? എന്നിട്ട് ഈ മോൻ ഇല്ലാത്ത സമയമുണ്ടാക്കി ഫലപ്പെടാത്ത ചികിത്സയിലേക്ക് ചെന്നുപെടുകയാണ് ചെയ്യുക. അങ്ങനെ ഒരു ഉപദേശം കൊടുക്കണമെങ്കിൽ കൃത്യമായി അതിൻ്റെ കാര്യം മനസ്സിലാക്കി കാര്യകാരണ സഹിതം പറയാൻ പറ്റുമെന്ന് നമ്മൾ പറയുന്ന ഒരു വാക്ക് ഒരാളെടുത്താൽ അയാൾ യുഗങ്ങളോളം അതുകൊണ്ട് ബുദ്ധിമുട്ടേണ്ടി വരും, പ്രയാസപ്പെടേണ്ടി വരും എന്നൊരു ചിന്ത നമുക്ക് വേണം. എന്നാൽ ഇന്ന സ്ഥലത്ത് അതിന് ചികിത്സയുണ്ടെങ്കിൽ അതിനെ സഹായിച്ച് അവിടെ കൊണ്ടുപോയി അതിനെല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും വേണം. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ട് പോരുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. അടിയന്തരമായി ഇടപെടേണ്ട വിഷയങ്ങളിൽ, രോഗിയുടെ വിഷയങ്ങളിൽ ഈ രോഗിയുടെ പരിചരിക്കുന്ന ആളുടെ അനുവാദപ്രകാരം ഇടപെടണമെങ്കിൽ നമുക്ക് ഇടപെടാം. ഇങ്ങനെ വളരെ സൂക്ഷ്മമായ തലത്തിൽ രോഗ സന്ദർശനം നടത്തുന്നവരും രോഗിയെ പരിചരിക്കുന്നവരും രോഗികളും ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറേയധികം പ്രതിഫലം വാരിക്കൂട്ടി നാളെ പരലോകത്തേക്ക് എത്താൻ നമുക്ക് സാധിക്കും. ഇങ്ങനെ ഈ ഏതൊക്കെ സന്ദർഭങ്ങളിലാണോ നമ്മൾ ചെന്നെത്തുന്നത് അവിടെയൊക്കെ ധാരാളം പ്രതിഫലം നേടിയെടുക്കുന്ന നല്ല മുഅ്മിനീങ്ങളിൽ അല്ലാഹു തആല നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. രോഗികളായ ആളുകൾക്ക് അല്ലാഹു തആല അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് അർഹമായ പ്രതിഫലവും ശിഫാഉൻ ആജിലും പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗികളെ പരിചരിക്കുന്നവർക്ക് നല്ല നിലയിൽ അത് പരിചരിക്കാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുമുള്ള മാനസിക വിശാലത അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗിയെ സന്ദർശിക്കുന്നവർക്ക് അവർക്ക് ആശ്വാസം നൽകാനുള്ള ഒരു മനസ്സ് പ്രദാനം ചെയ്യുമാറാകട്ടെ. കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഹലാലായ മാർഗത്തിലൂടെ കടം വീട്ടാനുള്ള നല്ല തൗഫീഖിനെ അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്കും മക്കൾക്കും നമ്മൾക്കും അല്ലാഹു തആല പുറത്തു തരുമാറാകട്ടെ. നമ്മിൽ നിന്നും മരിച്ചു പോയ ആളുകൾ അവിടെ ഖബർ വിശാലമാക്കി അവരെയും നമ്മളെയും അവരെ ജന്നാത്തുൽ ഫിർദൗസിൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം.
واغفر لنا يا غافر المذنبين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين اللهم صل على محمد.